മൂവി ഒരു ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലീസിന് കയറാൻ പറ്റിയ മൂവിയാണ്. എന്തുകൊണ്ട് ഈ മൂവിക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ബിക്കോസ് എന്താ ഒരു മൂവി എന്ന് പറയുന്നത് കുറെ പേരുടെ പ്രചോദനമാണ്, കുറെ പേരുടെ അധ്വാനമാണ്. ആ ഒരു മൂവിനെ ഒരു കാരണവശാലും നമ്മൾ നെഗറ്റീവ് റിവ്യൂ പറയാൻ പാടില്ല. ബിക്കോസ് എന്താ വെച്ചാൽ ഒരു ഡയറക്ടർ മാത്രമല്ല, ആ മൂവിക്ക് വേണ്ടി ആരൊക്കെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ടോ അവർ. ഹായ് മൈ ഫാമിലി മെമ്പേഴ്സ്, ഇറ്റ്സ് മീ ഡിഗ്രോസ്. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഓൾവേസ് ബി ഹാപ്പി, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയാണ്, അതായത് സീക്രട്ട് ഓഫ് കലിംഗ എന്ന മൂവി റിവ്യൂ പറയാൻ വേണ്ടിയാണ്. അതുക്ക് മുന്നേ തന്നെ എന്റെ വീഡിയോ കാണുന്ന സോഷ്യൽ മീഡിയ വഴിയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും, അതുപോലെ തന്നെ യൂട്യൂബ് വഴിയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഫുൾ ആയിട്ട് കാണുക. എന്നാലേ ഈ മൂവിയുടെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ്സ് രേഖപ്പെടുത്തുന്ന എന്താണ് എനിക്ക് ഫ്യൂച്ചറിലോട്ട് പിന്നെ വീഡിയോസ് കാണാനുള്ള ഒരു പ്രചോദനം കിട്ടി തുടങ്ങുന്നത്. സോ നമുക്ക് മൂവിയോട്ട് പോകാം. നമുക്കെല്ലാം അറിയാവുന്നതാണ്, രണ്ട് മൂവീസ് ആണ് കഴിഞ്ഞ വീക്കായിട്ട് റിലീസ് ആയിരിക്കുന്നത്. അതായത് സീക്രട്ട് ഓഫ് കലിംഗ, അതുപോലെ തന്നെ ബാലകം. ബാലകം നല്ല ഹൈപ്പിൽ അത്യാവശ്യം പോകുന്നതുകൊണ്ട് തന്നെ, ബാലൻ നല്ല പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കലിംഗ എന്ന മൂവി കുറച്ച് ഡൗൺ ആയിപ്പോയി. എന്ന് വെച്ചാൽ ഇതിന് ആൾക്കാർ കൂടുതൽ നെഗറ്റീവ് കുറച്ച് കമന്റ്സ് പറഞ്ഞു. എന്റെ ഒരു അഭിപ്രായം ഞാൻ ഓപ്പൺ നിങ്ങൾക്ക് പറയാം. ബിക്കോസ് ആസ് എ ഓഡിയൻസ് എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നത്. കലിംഗ നല്ലൊരു മൂവിയാണ്, അതായത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. അതിൽ യാതൊരു വൾഗർ ആയിട്ടുള്ള സീൻസും അതുപോലെ തന്നെ യാതൊരു മോശമായിട്ട് പറയുന്ന ഡയലോഗ്സും കാര്യങ്ങളും ഒന്നും തന്നെ അറിയില്ല. എല്ലാം നല്ല ജെന്യുവിൻ ഡയലോഗ്സും അതുപോലെ ജെന്യുവിൻ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് ആ മൂവിക്കകത്ത്. പിന്നെ ഈ മൂവി എന്ന് പറയുന്നത് ഹൊറർ കം മിസ്റ്ററി കം കോമഡി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മൂവി ധ്യാനെ വെച്ചിട്ടാണ് ഈ ഒരു മൂവി മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ധ്യാൻ മാത്രമല്ല, അതിനകത്ത് വേറെ കുറെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇഷ്ടംപോലെ തന്നെ മൂവിക്കകത്തുണ്ട്. അതുപോലെ തന്നെ ഈ മൂവിയുടെ ഡയറക്ടറുടെ പേരെന്ന് പറയുന്നത് സനീഷ് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഈ മൂവിയുടെ ഡയറക്ടറുടെ പേര്. പുള്ളി നന്നായിട്ട് തന്നെ മൂവിയുടെ ഔട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾ നല്ലൊരു ഡയറക്ടറാണ് തെളിയിച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ പോരാത്തതിന് ആൾ നല്ലൊരു നടനുമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ബിക്കോസ് അതിനകത്ത് ആൾ നല്ലൊരു ആക്ടിംഗ് ആയും ചെയ്യുന്നുണ്ട്. ആൾക്കൊരു പേരായിട്ട് അതിനകത്ത് തന്നെ അദിർഷ എന്നൊരു കൊച്ചാണ് ചെയ്യുന്നത്. നന്നായിട്ട് ആ കൊച്ചു നല്ല രീതിയിൽ ആ റോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കോമഡി ഒക്കെ നന്നായി നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് അവർ രണ്ടുപേരും കൂടെ. പിന്നെ അതുപോലെ ഇതിനകത്ത് കോമഡി സീൻസ് മുന്നോട്ട് കൊണ്ടുപോയത് അൽത്താഫ് ചെറിയ സീൻസിലെ കോമഡി കൊണ്ടുവന്നുള്ളെങ്കിലും നമ്മുടെ ഉല്ലാസ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കോമഡി കാര്യങ്ങളൊക്കെ ഇതിലെത്തിക്കാൻ വേണ്ടും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വഴി ഫേമസ് ആയി വന്ന റീൽസ് വഴി ഫേമസ് ആയി വന്ന നമ്മുടെ ഈ കടക്കട എവിടെയാണ് എന്ന് ചോദിക്കുന്നത് നമ്മുടെ നിതിനുണ്ട് ഇതിനകത്ത്. നിതിന് മാക്സിമം കാര്യങ്ങളൊക്കെ വർക്കൗട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും കോമഡി അത്യാവശ്യം നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട് ഈ മൂവിക്കകത്ത്. അതുപോലെ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ആണെങ്കിലും മൂവിയിൽ അങ്ങനെ ലാഗിങ് കാര്യങ്ങളും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല ഈ മൂവി കണ്ടിട്ട്. പിന്നെ സെക്കൻഡ് ഫോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ടറിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ തന്നെയും ആള് AI ക്രിയേഷൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര വലിയ കുഴപ്പമില്ലാത്ത AI ക്രിയേഷൻ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ഒരു ഫൈനലി ആയിട്ടുള്ള കുറച്ച് ഫൈനൽ പാർട്ട് അത്യാവശ്യം നല്ലൊരു AI പോർഷനിൽ കൊണ്ടുവന്നിട്ടാണ് നിർത്തുന്നത്. സോ അതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ്ങിലാണ് നോക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ സെക്കൻഡ് പാർട്ട് നിർത്തി കഴിഞ്ഞാൽ അതിൽ ബ്രഹ്മാണ്ഡ മൂവിയായി പോകും. അത് തന്നെ നല്ല ബഡ്ജറ്റ് ആയിരിക്കും. അതിനൊക്കെ നല്ല അതൊരു AI ക്രിയേഷൻ വഴി തന്നെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു മെത്തേഡ് പോകുന്നെങ്കിൽ എന്തുകൊണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നിയത്, എനിക്ക് ഫീൽ ചെയ്ത കാര്യം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ധ്യാൻ ശ്രീനിവാസനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ചില മൂവീസ് ഒക്കെ നമുക്ക് അറിയാം. അതായത് ആൾക്ക് ആവശ്യമില്ലാത്ത മൂവിയാണെന്ന് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മൂവി പുള്ളി തന്നെ അത്യാവശ്യം നല്ലൊരു അഭിനയം പുള്ളി ഔട്ട് ഇല്ലാതെ കൊണ്ടുവന്നിട്ടുണ്ട്. ആള് നല്ലൊരു ആളാണ്. ആള് നല്ലൊരു ഡയറക്ടറും കാര്യങ്ങളൊക്കെ കിട്ടുവാണ്, ഒരു സ്ക്രിപ്റ്റ് കിട്ടുവാണെന്ന് ഉറപ്പാണ്. അത് നല്ലൊരു ഡയറക്ടറിന്റെ കയ്യിൽ കിട്ടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആളെ നല്ലൊരു ഔട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റിയാസ് ഖാൻ ആണെങ്കിലും അത്യാവശ്യം നല്ല റോളും കാര്യങ്ങളും എന്താ പറയുക, റിയാസ് ഖാന്റെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള റോളും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഈ മൂവിയിൽ കാണുന്നതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ളിൽ അകത്ത് കുറെ അധികം കഥാപാത്രങ്ങളുണ്ട്. അവരാണെങ്കിൽ തന്നെയും വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും അവരവരുടെ രീതിയിൽ അവരെല്ലാം നല്ല പെർഫോമൻസ് ചെയ്യണം. ആരും മോശമായിട്ട് നമുക്ക് ഈ മൂവിയിൽ പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ കോമഡി നല്ല രീതിയിൽ കോമഡി ഇതിനകത്ത് വർക്കൗട്ട് ആക്കിയിട്ടുണ്ട് ഈ മൂവിക്കകത്ത്. പിന്നെ എനിക്ക് ഈ മൂവിയിൽ ഒരു പോരായ്മയായിട്ട് ഒന്നും വേറെ ഒന്നുമല്ല, കാസ്റ്റിംഗ് റോൾ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് റോളിനകത്ത് കുറച്ച് വരുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സിനെ കുറച്ചും കൂടി ഒരു ഏജ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ എടുക്കാറുണ്ട്. ബിക്കോസ് എന്ന് വെച്ചാൽ അവരെ കാണുമ്പോൾ ആ ടീച്ചർ കുറച്ച് ഒരു ഏജ്ഡ് റോളിൽ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും അത് ഏജ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അവരും മോഡം തമ്മിലെ കാണുമ്പോഴൊക്കെ എല്ലാവരും അവർക്ക് സെയിം ഒരു ഏജ് ആയിട്ടൊക്കെ ഫീൽ ആകുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വെക്കാന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അതൊന്നും ഈ പടത്തിലൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പടം നല്ല അടിപൊളിയായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ടും അതുപോലെ VFX ഒക്കെ നല്ല രീതിയിൽ VFX അതിനകത്ത് ചെയ്തിട്ടുണ്ട് അവരത്. അതെല്ലാം പിന്നെ ഈ മൂവി ഒരു ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലീസിന് കയറാൻ പറ്റിയ മൂവിയാണ്. എന്തുകൊണ്ട് ഈ മൂവിക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ബിക്കോസ് എന്താ ഒരു മൂവി എന്ന് പറയുന്നത് കുറെ പേരുടെ പ്രചോദനമാണ്, കുറെ പേരുടെ അധ്വാനമാണ്. ആ ഒരു മൂവിനെ ഒരു കാരണവശാലും നമ്മൾ നെഗറ്റീവ് റിവ്യൂ പറയാൻ പാടില്ല. ബിക്കോസ് എന്താ വെച്ചാൽ ഒരു ഡയറക്ടർ മാത്രമല്ല, ആ മൂവിക്ക് വേണ്ടി ആരൊക്കെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഒരു സന്തോഷമാണ് ഈ മൂവി ഔട്ട് വരിക. അപ്പൊ അതിക്ക് മുന്നേ തന്നെ ആ മൂവിയെ പറ്റിയിട്ട് നെഗറ്റീവ് കമന്റ്സ് പറയുക, സോഷ്യൽ മീഡിയ നെഗറ്റീവ് കമന്റ്സ്. ഒരു കാരണവശാലും എന്റെ അഭിപ്രായം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ പണം കാണാതിരിക്കരുത്. ബിക്കോസ് എന്താണെങ്കിലും അതൊരു മൂവിയാണ്. എങ്ങനെയുള്ള ഒരു മൂവിക്ക് എന്റർടൈൻമെന്റ് ഉണ്ടാവാനുള്ളത് എന്തെങ്കിലും ചെയ്തത്. അപ്പൊ നിങ്ങൾ നേരിട്ട് പോവുക, അതുപോലെ തന്നെ തിയേറ്ററിൽ കയറുക, കാണുക. അതാണ് ഒരു എന്റർടൈൻമെന്റ് പറയുന്നത്. ബിക്കോസ് ഒരു ഫിലിം എന്ന് പറയുന്നത് അവർ മൾട്ടിപ്ലക്സിൽ കാണുന്നതാണ് അതിന്റെ ഫിലിമിന് ഒരു ഇത് വരുന്നത്. അത് എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ബിക്കോസ് എനിക്ക് ഫിലിം ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു വരുന്നതും കൂടെയാണ് അഭിനയത്തിലേക്ക് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഇത് തന്നെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓരോരുത്തരുടെ ഇതുപോലെ പണം കഷ്ടപ്പെട്ട് എടുത്തിട്ട് അതിന് ഇതുപോലെ നെഗറ്റീവ് പറയുമ്പോൾ അവരെ കൊണ്ട വിഷമങ്ങൾ. അപ്പൊ ഞാൻ പല റീൽസിനും കണ്ടു. ബിക്കോസ് നമ്മുടെ ഡയറക്ടർ സനീഷ് ഒരുപാട് വിഷമിക്കുന്നത്. എന്തിനു വിഷമിക്കുന്നത്? അപ്പോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യം. ബിക്കോസ് എടുത്ത് വെച്ചിരിക്കുന്ന നല്ല അടിപൊളി പണം തന്നെ. അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. ഓഡിയൻസ് ബ്രോ നിങ്ങളെ കയ്യിലെടുത്ത് നടക്കും. അത് ഞാൻ പറയുന്നത് എനിക്ക് നല്ല, ബിക്കോസ് ഞാൻ കണ്ടതിനകത്ത് തന്നെ പറയാനുള്ളത്. പിന്നെ ഈ ഒരു മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടൈം മൂവിയാണ്, അല്ലാതെ 2 ടൈംസ് കാണാൻ വേണ്ടി അങ്ങനെ പ്രത്യേക കാര്യങ്ങളൊന്നും മൂവിയില്ല. അങ്ങനത്
പിന്നെ എന്താ പറയാ, നിങ്ങൾ ഇത് കാണാം. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ നിങ്ങളത് പറയുന്നുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളിലാണ്. അതുപോലെ എന്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും മറക്കണ്ട. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ഡിഗോസ്.